CBSE 10th Maths exam oriented questions. Question number 1. At a certain time in a deer park, the number of heads and the number of legs of the deer and the human visitors were counted, and it was found that there were 41 heads and 136 legs. Find the number of deer and the human visitors in the park. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ഡീറും നമ്പർ ഓഫ് ഹ്യൂമൻ വിസിറ്റേഴ്സുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സും വൈയും നമ്പർ ഓഫ് ഡീറിനും ഹ്യൂമൻ വിസിറ്റേഴ്സിനും കൊടുക്കാം. ലെറ്റ് നമ്പർ ഓഫ് deer is equal to x and number of human is equal to number of human visitors is equal to y. Then there were 41 heads and 136 legs എന്നാണ് പറഞ്ഞത്. അപ്പോൾ 41 ഹെഡ് ആണുള്ളത്. അപ്പോൾ 41 ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡീറും നമ്പർ ഓഫ് ഹ്യൂമൻ വിസിറ്റേഴ്സും കൂടെ 41. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 41, ഇക്വേഷൻ നമ്പർ 1. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നമ്പർ ഓഫ് ലെഗ്സ് ആണ്. നമ്പർ ഓഫ് ലെഗ്സ് ഡീറിന് 4 ലെഗ്സ് ആണ്. അപ്പോൾ ഡീറിൻ്റെ എണ്ണം എക്സ് ആണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറിന് 4 ലെഗ്സ് ആകുമ്പോൾ 4x പ്ലസ് ഹ്യൂമണിന് 2 ലെഗ്സ് ആണ്. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു ഹ്യൂമൻ്റെ നമ്പർ വന്നിട്ട് y ആണ്. അപ്പോൾ ഹ്യൂമൻ്റെ ലെഗ്സ് 2y ആണ്. ഇസ് ഈക്വൽ ടു 136. ദിസ് ഇസ് ഇക്വേഷൻ 2. നമുക്ക് ഇതിനൊന്ന് ഷോർട്ടാക്കാം. ഇക്വേഷൻ 2നെ ഒന്ന് ഷോർട്ടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? 2x പ്ലസ് വൈ 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 2 6 പ്രാവശ്യം ബാലൻസ് 1 16 8 പ്രാവശ്യം. ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1നെ നമുക്ക് ഒന്ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇക്വേഷൻ 1 ഇൻറ്റു 2 നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ ഇതാണ്. അതിനെ 2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y 2 ഇൻറ്റു 41 82 ഇക്വേഷൻ 1. ഓക്കെ, ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ചിഹ്നം മാറ്റി കൊടുക്കാം. അപ്പോൾ 2x മൈനസ് 2x ക്യാൻസൽ ചെയ്തു. y മൈനസ് 2y ഇസ് ഈക്വൽ ടു മൈനസ് y. ഇനി 82 നമുക്ക് 68 ഒന്ന് മൈനസ് ചെയ്യാം. 82 മൈനസ് 68 12 മൈനസ് 8 4 7 മൈനസ് 6 1 ഇസ് ഈക്വൽ ടു മൈനസ് 14. y ഇസ് ഈക്വൽ ടു 14 കിട്ടി. ഓക്കെ, ഇനി പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ്? ഇക്വേഷൻ 1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 41 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 41. y ഈസ് ഈക്വൽ ടു 14 ആണ്. എക്സ് പ്ലസ് 14 ഈസ് ഈക്വൽ ടു 41. എക്സ് ഈസ് ഈക്വൽ ടു 41 മൈനസ് 14 ഈസ് ഈക്വൽ ടു 11 മൈനസ് 4 7 ബാലൻസ് 3 3 മൈനസ് 2 3 മൈനസ് 1 2 27. അപ്പോൾ 27 ആണ് കിട്ടിയത്. ഇനി 27ഉം 14ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് ഇവിടെ 41 കിട്ടേണ്ടത് നോക്കാം. 7 4 11 ബാലൻസ് 1 2 3 4 41 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ് 27. അപ്പം നമ്പർ ഓഫ് ഡീർ ഈസ് ഈക്വൽ ടു എക്സ് is equal to 27 and number of human visitors is equal to y is equal to 14. Okay, അടുത്ത question. 5 years ago a man was thrice as old as his son. 10 years later he will be twice as old as his son. ആൻഡ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് മാൻ ആൻഡ് ഹിസ് സൺ ഈസ്. അപ്പോൾ നമുക്കിവിടെ പ്രസൻറ്റ് ഏജ് ഉണ്ട്, 5 years എഗോയിലെ ഏജ് ഉണ്ട്, ആൻഡ് 10 years ലേറ്ററിലെ ഏജ് ഉണ്ട്. അപ്പോൾ 3 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ 3 കണ്ടീഷനെ നമുക്ക് അങ്ങനെ എഴുതാം. പ്രസൻറ്റ് ഏജ്
പെർസെൻറ്റേജ് ഇവിടെ മാനും സണ്ണും, മാൻ സൺ. മാൻ ഈസ് ഈക്വൽ ടു എക്സ് കൊടുക്കാം, സൺ ഈസ് ഈക്വൽ ടു വൈ കൊടുക്കാം. ഓക്കെ. 5 years ago, 5 years ago, ഇനി 5 years ago എഴുതാം. 5 years ago, 5 years ago മാൻ്റെ വയസ്സ് 5 വയസ്സ് കുറയ്ക്കുക, എക്സ് മൈനസ് 5. സണ്ണിൻ്റെ വയസ്സും 5 വയസ്സ് കുറയ്ക്കുക, വൈ മൈനസ് 5. 10 years later, 10 years later, എക്സ് പ്ലസ് 10. 10 വർഷം കഴിഞ്ഞാൽ എക്സ് പ്ലസ് 10, ഇവിടെ വൈ പ്ലസ് 10. ഇനി എന്തെങ്കിലും പറഞ്ഞ കണ്ടീഷൻസ് എന്താ നോക്കാം. 5 years ago എ മാൻ വാസ്. അപ്പോൾ 5 years agoയിൽ മാൻ്റെ വയസ്സ് ഇതാണ്. അപ്പോൾ മാൻ വാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു, മാൻ വാസ് എന്താണ്, ത്രൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. അപ്പോൾ സണ്ണിൻ്റെ വയസ്സ് വൈ മൈനസ് 5 ആണ്. ത്രൈസ് 3 times ആണ്. ത്രൈസ് ആസ് ഓൾഡ് ആസ് സൺ. ഇത് നമുക്ക് ഇക്വേഷൻ ആക്കാം. എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 3y മൈനസ് 15. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 15 പ്ലസ് 5. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10, ഇക്വേഷൻ 1. അടുത്തത് ഇനി 10 years laterൻ്റെ കാര്യം നോക്കാം. 10 years later ഹി വിൽ ബി. ഹി വിൽ ബി എന്ന് പറയുമ്പോൾ മാൻ തന്നെ, ഹി വിൽ ബി. അപ്പോൾ എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു, ഹി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. ട്വൈസ് 2 ഇൻറ്റു 10 years കഴിഞ്ഞപ്പോൾ സണ്ണിൻ്റെ വയസ്സ് വൈ പ്ലസ് 10 ആണ്. 2 ഇൻറ്റു വൈ പ്ലസ് 10, ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. Then x plus 10 is equal to 2 into y, 2y plus 2 into 10, 20. X minus 2y is equal to 20 minus 10. X minus 2y is equal to 10, equation 2. ഇനി ഫസ്റ്റ് ഇക്വേഷൻ x minus 3y ആണ്, അത് ഇങ്ങോട്ട് എഴുതാം. x minus 3y is equal to minus 10, equation 1. നമുക്കിവിടെ ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കണം, അപ്പോഴേ ഇത് കട്ട് ചെയ്ത് പോവുള്ളൂ. എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. മൈനസ് 2y പ്ലസ് 3y ഈസ് ഈക്വൽ ടു വൈ. വൈ ഈസ് 1y, വൈ ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഇവിടെ സണ്ണിൻ്റെ വയസ്സാണ് വൈ ഈസ് ഈക്വൽ ടു 20 കിട്ടി. ഇനി പുട്ട് ദ വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1. പുട്ട് ദ വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ്? ഇക്വേഷൻ 1 എന്താണെന്ന് ഇവിടെ എഴുതിക്കാം. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10. അപ്പോൾ എക്സ് മൈനസ് 3 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 20 ആണ്, ഈസ് ഈക്വൽ ടു മൈനസ് 10. എക്സ് മൈനസ് 60 ഈസ് ഈക്വൽ ടു മൈനസ് 10. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 50. അപ്പം ഫാദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 50. സൺസ് ഏജ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു വൈ എത്ര കിട്ടിയത്? ഈസ് ഈക്വൽ ടു 20. ശരിയാണോ നോക്കാം നമുക്കൊന്ന്. 5 വർഷം കഴിഞ്ഞപ്പം 5 വർഷത്തിന് മുമ്പ് 3 ഇരട്ടിയായിരുന്നു. അപ്പോൾ 5 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് 5 years ago അച്ഛന് വയസ്സ് 45, മകൻ്റെ വയസ്സ് 15. 15 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 45 കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ ശരിയാണ്. അതായത് 5 വർഷം മുമ്പ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്, 3 times ആണ്. അപ്പം 15 ഇൻറ്റു 3 ചെയ്താൽ 45 കിട്ടുന്നുണ്ട്. 5 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് 50 മൈനസ് 5 45, മകൻ്റെ വയസ്സ് 20 മൈനസ് 5 15. 15 ഇൻറ്റു 3 ചെയ്തപ്പോൾ 45 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. Okay.